ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ യേശു കർത്താവ് കഫർന്നഹൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശതാധിപനായ ഒരു മനുഷ്യൻ കർത്താവിനോട് പറയുന്നു, കർത്താവെ, പ്രയാസപ്പെടേണ്ട, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ പോരാത്തവൻ. എനിക്ക് അങ്ങയുടെ അടുക്കിലേക്കും വരുവാനുള്ള യോഗ്യതയില്ല. എന്നാൽ തൻ്റെ പ്രിയനായിരിക്കുന്ന ഒരു ബാലകന് സൗഖ്യം വരണം, തൻ്റെ ബാല്യക്കാരന് സൗഖ്യവും വരണം. സൗഖ്യത്തിന് വേണ്ടി യഹൂദന്മാർ മുഖാന്തരമായി യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു വാർത്ത അയക്കുകയാണ് ഈ ശതാധിപൻ. ജാതികനായിരിക്കുന്ന ശതാധിപൻ തന്നെത്താൻ സമർപ്പിച്ച്, ഞാൻ പോരാത്തവനാണ്, എൻ്റെ പുരയ്ക്കകത്തേക്ക് ഇത്ര വിശുദ്ധനായ ദൈവം വരുവാൻ പോരാത്തവനാണ്, ഞാൻ ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാനും യോഗ്യത എനിക്കില്ല എന്ന് സമർപ്പിച്ചൊരു വ്യക്തിയെ കണ്ടിട്ട് യേശു കർത്താവ് പറയുന്നു, ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ കൂടെ കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, സൗഖ്യമാകുവാൻ തക്കവണ്ണം യേശു പുരയ്ക്കകത്തും വരണ്ട, എനിക്ക് യേശുവിൻ്റെ അടുക്കിലേക്കും പോകുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. അങ്ങ് ഇരിക്കുന്ന ഇടത്ത് ഇരുന്നൊരു സൗഖ്യത്തിൻ്റെ വാക്ക് കൽപ്പിച്ചാൽ, ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഒന്ന് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ്റെ സൗഖ്യം വരുമെന്ന് വിശ്വസിച്ചൊരു ശതാധിപൻ. ഇന്ന് രാവിലെ സമയം ദൈവാത്മാവ് നമ്മോട് ചോദിക്കുന്നു, ഈ ഒരു വിനയത്വവും വിധേയത്വവും നമുക്ക് ദൈവത്തെങ്കിലുണ്ടെങ്കിൽ, അതേ കർത്താവിൻ്റെ വാക്കിലുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, അതേ കർത്താവും രക്ഷിതാവുമായി നാം സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ സർവശക്തിയുള്ള കർത്താവായ യേശു ക്രിസ്തു ഒരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യം വരും, സമാധാനമുണ്ടാകും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് രാവിലെ നമുക്കും ഒരു വിടുതലുണ്ട്. നാം ശതാധിപനെ പോലെയല്ലോ യേശുവിനെ കർത്താവും നാഥനുമായി സ്വീകരിച്ച് നിന്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നടത്തുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തി, യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷ കരസ്ഥമാക്കിയൊരു വ്യക്തി. അങ്ങനെയെങ്കിൽ നമ്മുടെ വിടുതൽ എത്ര വേഗം, എത്രയധികം. നാം ഒന്നേ ചെയ്യേണ്ടിയുള്ളൂ, യേശുവിനാൽ സൗഖ്യമുണ്ടാകും, ഈ യേശുവിനാൽ വൻകാര്യങ്ങൾ സംഭവിക്കും എന്ന് പൂർണ്ണമായും ക്രിസ്തുവിൽ വിശ്വസിക്കണം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് രാവിലെ നമുക്കും ഒരു വലിയ വിടുതൽ, മരിപ്പാറായിരിക്കുന്ന രോഗത്തിന്മേലൊരു വിടുതൽ, തീർന്നുപോയി എന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ മേലൊരു അത്ഭുതം, ഇനി സംഭവിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന വിഷയം ദൈവത്താൽ സാധ്യമായി തീരും. ആകയാൽ രാവിലെ സമയം ശതാധിപനെ പോലെ വിശ്വാസമുള്ളവരായിരുന്നാൽ യേശുവിനെ അടുക്കൽ നിന്ന് സൗഖ്യമുണ്ടാകും, വിടുതൽ സംഭവിക്കുമെന്ന് വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുവാൻ കിടയാകും.